ഇതാണ് ഇഞ്ചിയുടെ പഴമൂട്. പഴമൂട് നോക്കട്ടെ. ഇത് ഈ ഇഞ്ചിയാണ് നമ്മൾ നടുന്നത്. ഇതിന്ന് പൊട്ടി കിളിക്കുന്നതാ ഈ ഇഞ്ചി. ഇത് ഇത്രയും വലുതല്ലേ? ഇത്രയും വലുത്. ഇതാണ് നമ്മൾ നട്ട പഴമൂട്. ഇതിന് കിളിക്കോ? ഇല്ലല്ലോ, ഇനിയും കിളിക്കും. അപ്പൊ ഇതിനാണ് പഴമൂട്, പഴയ ഇഞ്ചി. എങ്ങനെയാണ് വളമൊക്കെ ചെയ്യുന്ന രീതിയൊക്കെ? വളം കൊടുത്തത് ആദ്യം ചാണപ്പൊടി ഇട്ട് ഇഞ്ചി നടും അല്ലേ? ചെറിയ ചെറിയ കുഴി എടുത്ത് നടും. എന്നിട്ട് നട്ടിട്ട് ഇഞ്ചി പൊടിച്ച് ഇങ്ങോട്ട് വരുമ്പോട്ടില്ല കപ്പലണ്ടി പുണ്ണാക്കും പച്ചച്ചാണാനും ശകല യൂറിയയും കൂടെ ഇട്ടു കൊടുക്കും. യൂറിയയും കൂടെ വെള്ളത്തിൽ കലക്കി 2 ദിവസം ഇരിക്കണം. 2 ദിവസം ഇരിക്കണം. എന്നിട്ട് ഇവൻ കോരി അങ്ങോട്ട് ഒഴി. ഇവൻ ഇത് കൂടെ വരുമ്പം പൊട്ടാൻ തുടങ്ങും, പൊട്ടിക്കയറാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് ചാണാനുണ്ടല്ലേ, ചാണാൻ നമ്മൾ നല്ല കുറൂറായല്ല വെള്ളം കൂട്ടി കോരി ഒഴിക്കണം. കോരി ഒഴിച്ച് ഒരു 2 ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ട് മണ്ണ് തട്ടി കൊടുക്കണം, തട്ടി അടുപ്പിച്ച് കൊടുക്കും. അവൻ ഇഞ്ചി ഒരു പൊട്ടൽ അങ്ങ് പൊട്ടും. പിന്നെ മണ്ണ് കുറവെന്ന് കാണുമ്പോൾ നമുക്ക് അത് ചെയ്താൽ മതി. മണ്ണ് കുറവുമ്പോൾ ഇടയ്ക്ക് മണ്ണ് അടുപ്പിച്ചു. സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, ഒരു സന്തോഷം അല്ലേ? ഈ വയലിൽ നമുക്ക് ചേമ്പ്, ചേന, കാച്ചിലൊക്കെ നട്ടൂടെ? പന്നി ശല്യം ഉണ്ടല്ലോ, ഇഞ്ചി പന്നി തിന്നത്തിൽ. ഇപ്പം കാര്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഇഞ്ചി ഉള്ളെന്ന് തോന്നല്ലേ? ഞങ്ങള് കളിക്കുമ്പോട്ടല്ല ഇത്ര അടുക്കടുക്കായിട്ടാ ഇഞ്ചി കയറിയത്. അങ്ങനെ ബാബുണ്ണൻ വളരെ ശക്തമായിട്ട് ഇഞ്ചി കളച്ചോണ്ടിരിക്കുകയാണ്. നീ മുമ്പ് പഠിച്ചിട്ടുണ്ടോ ഇത്? പിന്നെ പഠിച്ചല്ലോ, നല്ല കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാം മീശയെല്ലാം പറിച്ച് കളഞ്ഞ് ഇഞ്ചി എല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. ഇതിപ്പോ ആകെ എല്ലാം കൂടെ കിട്ടുന്നത് 500 രൂപയുടെ ഇഞ്ചി ആയിരിക്കും. കമ്മീഷൻ 700 രൂപ ബാബുണ്ണന് കൂലി, ഇവിടെ കമ്മീഷൻ. ഇതെല്ലാം കൂടെ എനിക്ക് മുതലാകൂല്ലേ? കണ്ട കുരുമുളക് കണ്ട പഴുത്ത് കിടക്കുന്നവിടെ. ഓക്കെ, 2 ദിവസം കഴിഞ്ഞ് പറിക്കാല്ലേ? പഴുത്ത് ഉണങ്ങിയൊക്കെ പോണ്ട് കേട്ടോ അതിനകത്ത്. ഭാവിയിൽ അമൂല്യമായ ഒരു സംഗതിയാണ് ഈ കൃഷിക്കാരൻ എന്ന് പറയുന്നത്. കിട്ടിയത് സൂപ്പർ അല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോ റിലാക്സേഷൻ ഇല്ലേ നൂറ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വെറുതെ റൂമിൽ തന്നെ ഇരുന്ന് മൂത്താവധി ആവാതെ അല്ലേ? മഴയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇറങ്ങി വന്ന്. നൂറ, പിന്നെ ഇഞ്ചിക്ക് അറബി പറയുന്ന പേരെന്തെന്ന് അറിയാമോ? ഇഞ്ചിക്ക് അറബി പറയുന്ന പേരാണ് സഞ്ചബീൽ. ചുക്കിന് എന്താ പറയുന്നത്? ഇഞ്ചി ഉണക്കിയാണ് സഞ്ചബീൽ എന്ന് പറയുന്നത്. അതായത് സ്വർഗത്തിൽ ആദ്യം ചെല്ലുമ്പോഴേ അവിടെ കൊടുക്കുന്ന പാനീയം എന്താണെന്ന് അറിയാമോ? അത് ചുക്ക് കാപ്പിയാണ്. ചുക്ക് കാപ്പി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ചുക്ക് കാപ്പിയാണ്. ചുക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചി നാളെ ചുക്ക്